ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം 2024 ജനുവരി 2 എന്താണ് സംഭവിച്ചത്, അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കോപ്പിയാണ് ഇന്ന് വിപണിയിൽ സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഹിസ്റ്റോറിക്കലി സാന്താ റാലിയുടെ ചരിത്രത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ നിഫ്റ്റി ഇന്ന് ക്ലോസിംഗ് ബേസിൽ അതിൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിലും മിഡ് ക്യാപ്പിലും മൈക്രോ ക്യാപ്പ് ഇൻഡെക്സുകളിലും ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റാലി പ്രകടമാണ്. ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ 63% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 33% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ സെക്ടർ മൊത്തത്തിൽ പോസിറ്റീവാണ്. FMCG സെക്ടർ മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. അതിൻ്റെ കാരണം നമുക്കറിയാവുന്നതുപോലെ ITCയിലുണ്ടായ വീഴ്ചയാണ്. അപ്പോൾ ITCൻ്റെ ആ ഒരു ക്രാഷ് അത് ഇന്നും 3% കൂടുതൽ താഴത്തേക്ക് വന്നതായിട്ട് കാണാം. എങ്കിലും ഇപ്പോൾ സപ്പോർട്ട് ലെവലിലാണ് ITC നിൽക്കുന്നത്. ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ITC പോലെയുള്ള ഒരു സ്റ്റോക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടാക്സ് ഹൈക്ക് കാരണം പലപ്പോഴും ഈ രീതിയിൽ സംഭവിക്കാറുണ്ട്. അത് തിരിച്ചു വരാറുമുണ്ട്. കാരണം ഈ സിഗരറ്റ് കൺസംഷൻ ആളുകൾ ഇതിൻ്റെ പേരിൽ കുറക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള അനുഭവം നമുക്ക് ഏതൊരു സിൻ ഗുഡ്സിലും കാണാൻ കഴിയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും ITCയിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അത് സമയമെടുത്തുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവായിരിക്കും. കാരണം വലിയ തോതിലുള്ള ഒരു വീഴ്ചയാണ് ITCയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ 1% കൂടുതൽ റാലി നടന്ന കുറേ സെക്ടറുകൾ കാണാൻ കഴിയും. ഇപ്പോൾ ഓട്ടോ അതിൻ്റെ ജയത്രയാത്ര തുടരുകയാണ്. ഇന്നും 1% കൂടുതൽ അത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും ഇന്ന് മുന്നോട്ടേക്ക് വന്നു 1% കൂടുതലായിട്ട്. അതുപോലെ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് അതിനെ ബേസ് ചെയ്തുള്ള ഇൻഡെക്സിൽ നമുക്ക് 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഓട്ടോ സെഗ്മെൻറ്റിലുണ്ടായ ആ ഒരു ഗ്രോത്ത് തികച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം വന്ന ഓട്ടോ സെയിൽസ് ഡാറ്റയുടെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്കിപ്പോൾ കിട്ടുമ്പോൾ മൊത്തത്തിൽ കാണുന്നത് 25% ഇയർ ഓൺ ഇയർ ഇൻക്രീസാണ് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം GST റേഷണലൈസേഷനും അതുപോലെ തന്നെ റേറ്റ് കട്ടുമൊക്കെ മൊത്തത്തിൽ മാർക്കറ്റിലുണ്ടാക്കിയ ലിക്വിഡിറ്റി അതിന് എത്രമാത്രം ജനങ്ങളുടെ കൺസംഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ഈ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമിയുടെ ആ ഒരു ഗ്രോത്ത് മൊമെൻറ്റം ഇതേ രീതിയിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഏർണിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കാരണം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് ഏർണിങ്സ് ഗ്രോത്താണ്. കാരണം ഹൈ വാല്യുവേഷൻ നിൽക്കുന്ന നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ഏർണിങ്സ് ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് FIIസിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറയാനും അത് കാരണമാകും. ഇപ്പോൾ നമ്മൾ ഓട്ടോ സെയിൽസ് ഡാറ്റ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മാരുതി സുസുക്കിയിലെ 4 വീലർ സെഗ്മെൻറ്റിൽ 22% ഇയർ ഓൺ ഇയർ ജമ്പാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ 14% ഇയർ ഓൺ ഇയർ സെയിൽസ് ജമ്പാണ്. ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. 23% ഇയർ ഓൺ ഇയർ സെയിൽസ് വർധനവാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 4 വീലർ സെഗ്മെൻറ്റിൽ കാണുന്നത്. 2 വീലർ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഷർ മോട്ടോഴ്സിൻ്റെ മുന്നേറ്റം തുടരുകയാണ്. 30% ഒരു മുന്നേറ്റമാണ് അവരുടെ മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ട്രക്ക് ആൻഡ് ബസ് സെഗ്മെൻറ്റിൽ ടാറ്റ മോട്ടോഴ്സിന് 25% മുന്നേറ്റമുണ്ട്. ഐഷർ മോട്ടോഴ്സ് 24% മുന്നേറ്റം. അശോക് ലൈലൻഡിൽ 27% മുന്നേറ്റമുണ്ട്. അതുപോലെ എസ്കോട്ട് കുബോട്ട 38% മുന്നേറ്റമാണെങ്കിൽ മഹീന്ദ്ര SML എന്ന് പറയുന്ന ഈ ട്രക്ക് ആൻഡ് ബസ് സബ്സിഡിയറി 67% മുന്നേറ്റമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ റോബസ്റ്റ് ആയിട്ട് വളരെയധികം എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു സെയിൽസ് ഡാറ്റയാണ് നമ്മൾ ഓട്ടോ സെഗ്മെൻറ്റിൽ കാണുന്നത്. അപ്പോൾ ഇത് മറ്റ് സെഗ്മെൻറ്റുകളിൽ ഇതേ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഏർണിങ്സ് മെച്ചപ്പെടുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ GST കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഡിസംബറിൽ അതിൻ്റെ കളക്ഷൻ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 6.1% ഒരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 1.74 ലക്ഷം കോടിയുടെ കളക്ഷനാണ് GST വഴി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു കളക്ഷൻ ഡാറ്റ നമ്മൾ കുറച്ചുകൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ മന്ത് ഓൺ മന്തിൽ അവിടെ നേരിയൊരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നവംബർ മാസം 1.95 ലക്ഷം കോടിയായിരുന്നു GST കളക്ഷൻ എങ്കിൽ അതാണ് നമ്മളിപ്പോൾ 1.74 ലക്ഷം കോടി കാണുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിട്ടുള്ളത് GST റീഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമൗണ്ട് വർദ്ധിച്ചതാണ് ഈ ഒരു ഡാറ്റ കുറയാനുള്ളൊരു കാരണം. അതുപോലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള GST കളക്ഷൻ്റെ വർധനവ് 1.2% മാത്രമാണ്. എന്നാൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള GST കളക്ഷനാണ് കൂടുതലായിട്ട് വർദ്ധിച്ചുള്ളത്. 20% വർധന അവിടെ ഉണ്ടായിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു GST കളക്ഷൻ ഇപ്പോൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു GST കളക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ആ GST കളക്ഷൻ്റെ കഴിഞ്ഞ 6 മാസത്തെ ഒരു
ടോട്ടലായിട്ടുള്ള ആ ഒരു വർധനവിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 16.5 ലക്ഷം കോടിയാണ് ഏപ്രിൽ മുതൽ ഈ ഡിസംബർ വരെയുള്ള കളക്ഷൻ. അത് കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ 15.2 ലക്ഷം കോടിയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും 8.6% ഒരു മാസീവ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള GST കളക്ഷൻ നോക്കുമ്പോൾ അവിടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലാണ് GST കളക്ഷൻ വർദ്ധിച്ചിട്ടുള്ളത്. എന്നാൽ ചെറിയ സ്റ്റേറ്റുകളിലുള്ള GST കളക്ഷൻ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും നമ്മുടെ നിലവിലുള്ള GST കളക്ഷൻ്റെ ഈ ഒരു ഡാറ്റ ഒരു ന്യൂട്രൽ എന്ന ലെവലിലേക്ക് കാണാൻ കഴിയും. കാരണം അത്ര എക്സലൻ്റ് അല്ല, എന്നാൽ അത്ര മോശവുമല്ല എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും GST കട്ടും അതേപോലെ റേറ്റ് കട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സിനാരിയോയിൽ നമ്മുടെ കൺസംഷൻ വലിയ തോതിൽ വർദ്ധിച്ചാലാണ് GST കളക്ഷൻ വർദ്ധിക്കുക. അതുകൊണ്ട് വരും മാസങ്ങളിൽ അത് ഉണ്ടാവുമെന്നാണ് പൊതുവെ, അതിൻ്റെ ഫൈനൽ എഫക്റ്റ് ഉണ്ടാവുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം Q3 റിസൾട്ടിൻ്റെ ഒരു സീസൺ വരികയാണ്. പലപ്പോഴും പല കമ്പനികളും അവരുടെ Q3 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുമ്പായിട്ട് ബിസിനസ് അപ്ഡേറ്റുകൾ നൽകാറുണ്ട്. ആ ബിസിനസ് അപ്ഡേറ്റ് ഒരു പക്ഷേ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം. അപ്പോൾ പലപ്പോഴും അത്തരം ബിസിനസ് അപ്ഡേറ്റുകൾ വരുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് അല്ല വരുന്നത്, എന്നാൽ ചില ഭാഗങ്ങൾ അവർ പുറത്തുവിടാൻ. ഉദാഹരണത്തിന് സെയിൽസ് ഡാറ്റ മാത്രമായിട്ട് പുറത്തുവിടാം, അതല്ലെങ്കിൽ ലോൺ ഗ്രോത്ത്, ബാങ്കുകളാണെങ്കിൽ അവരുടെ ലോൺ ഗ്രോത്ത് എത്രമാത്രം ഉണ്ടെന്ന് പുറത്തുവിടാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡാറ്റകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാർട്ടർലി റിസൾട്ട് എത്രമാത്രം പോസിറ്റീവ് ആകുമെന്ന് നമുക്കൊരു അനുമാനത്തിലെത്താനും കഴിയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചില ബിസിനസ് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇരേഡ, അതായത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ഒരു ബിസിനസ് അപ്ഡേറ്റ് എക്സ്ചേഞ്ച് ഫയലിൽ കാണാൻ കഴിയും. അവിടെ ലോൺ സാങ്ഷൻ 29% ഇയർ ഓൺ ഇയർ വർധനമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 31,000 കോടിയിൽ നിന്ന് 40,000 കോടിയായിട്ടാണ് അത് ഉയർന്നിട്ടുള്ളത്. അതുപോലെ ലോൺ ഡിസ്ബേഴ്സ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ട് 44% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ്. അതായത് 17,000 കോടിയിൽ നിന്ന് 24,000 കോടിയായിട്ട് അത് ഉയർന്നിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ബുക്ക് ഇപ്പോൾ മൊത്തത്തിൽ 87,000 കോടിക്ക് മുകളിൽ തിരികെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 68,960 കോടിയായിരുന്നു. നമുക്കറിയാം ഇരേഡ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓൺഡ് എൻറ്റിറ്റിയാണ്. ഇതിൽ ചില നോൺ പെർഫോമിംഗ് അസറ്റുകളുടെ ഒരു ഇഷ്യൂ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ് കഴിഞ്ഞ പ്രാവശ്യം രേഖപ്പെടുത്തിയ 3.97% എന്ന ലെവലിലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ബിസിനസ് അപ്ഡേറ്റിൽ നമുക്ക് ഈ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ പൂർണ്ണമായ റിസൾട്ട് വരുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇരേഡയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുമ്പോൾ അത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്യപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ് കാണുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെതാണ്. അപ്പോൾ അവരുടെ അഡ്വാൻസ് 11% വെച്ച് ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പോൾ ഒരു വർഷം മുമ്പ് 86,900 കോടിക്ക് അടുത്തുണ്ടായിരുന്ന അഡ്വാൻസ് ആണ് ഇപ്പോൾ 96,765 കോടിയോളമായിട്ട് ഉയർന്നിട്ടുള്ളത്. അതുപോലെ ഡെപ്പോസിറ്റും 12.17% വെച്ച് ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ 1.18 ലക്ഷം കോടിയായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. അത് മുമ്പുണ്ടായിരുന്നത് 1.05 ലക്ഷം കോടിയാണ്. അതുപോലെ തന്നെ കാസ അഥവാ കറണ്ട് അക്കൗണ്ട് വേഴ്സസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ആ ഒരു റേഷ്യോ അതും ഒരു ഫാസ്റ്റർ ബേസിൽ 14.65% എന്ന രീതിയിൽ ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നല്ലൊരു ക്വാർട്ടർലി റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ നമ്പറുകളൊക്കെ പ്രൊവിഷണലാണ്. ഇതിൻ്റെ ഓഡിറ്റിംഗ് ആയിട്ടുള്ള ഫൈനൽ റിപ്പോർട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത്. പക്ഷേ ഇതൊരു സൂചനയാണ്. അതുപോലെ 2 പ്രധാനപ്പെട്ട PSU ബാങ്കുകളുടെ ബിസിനസ് അപ്ഡേറ്റും വന്നതായിട്ട് കാണാം. ഒന്ന് ഇന്ത്യൻ ബാങ്കിൻ്റെതാണ്. അവിടെയും മൊത്തത്തിലുള്ള ബിസിനസ് 13.4% വെച്ച് ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് അവരുടെ എക്സ്ചേഞ്ച് ഫയൽ റിപ്പോർട്ടിൽ പറയുന്നത്. അഡ്വാൻസ് 14.5% ഇൻക്രീസ് ആയിട്ടുണ്ട്. ലോൺ ഗ്രോത്ത് 10% നിന്നും 12% ഉയർന്നിട്ടുണ്ട്. അതുപോലെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 12.5% വെച്ചിട്ടാണ് ഉയർന്നിട്ടുള്ളത്. ആക്ച്വലി മാനേജ്മെൻറ്റ് ഗൈഡൻസ് 8 മുതൽ 10% മാത്രമേ ആയിരുന്നു. പക്ഷേ അവിടെ നിന്നും വലിയ ഉയർച്ചയാണ് ഇപ്പോൾ ലോൺ ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചാബ് സിന്ധ് ബാങ്കിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ് നമുക്ക് കാണാൻ പറ്റും. അവിടെ 11.84% ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള വർധനവാണ് ബിസിനസ്സിലുണ്ടായിട്ടുള്ളത്. ഡെപ്പോസിറ്റ് 9.27% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്താണ്. അവരുടെ ഗൈഡൻസ് 8 മുതൽ 10% വരെ ആയിരുന്നു. ആ ഒരു ഗൈഡൻസിനുള്ളിൽ തന്നെയാണ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രോസ് അഡ്വാൻസിലും ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട്. ലോൺ ഗ്രോത്തും 15% വെച്ച് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാങ്കുകളുടെ ഒരു പ്രത്യേകത, ഇവിടെ ഗവൺമെൻറ്റിന് വലിയ തോതിൽ ഹോൾഡിംഗ് ഉള്ള 2 സ്റ്റോക്കുകളാണിത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിൽ ബിസിനസ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ ഇത്തരത്തിലുള്ള PSU ബാങ്കുകളുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഉയർത്തുന്നു എന്ന വാർത്തകളും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിൽ പൊതുവെ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.